നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ആവേശത്തിൽ ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല. കാരണം കാടാണ്, എന്താണ് സംഭവിക്കുക എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലാതെ. ഇതോട്ടെ നമ്മൾ താമസിച്ച ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഹോട്ടലിൻ്റെ മഴക്കാടുകൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ അകുമ്പ എന്ന് പറഞ്ഞത്. നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഞാൻ ഇവിടെ നിർത്തിയപ്പോഴാണ് കണ്ടത്, ചെറിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, മറ്റോൻ്റെ പുലി. ഇതട്ടാ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ ഇവിടെ മരം വീണ് കിടക്കുകയാണ്. ഞാൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ നോക്കട്ടെ. ആ വഴിയിലൂടെ ഒറ്റക്ക് പോകാനൊരു ധൈര്യമല്ല. എന്താ രസം ഇതിലൂടെ ഞാൻ നടക്കാനെന്ന് അറിയോ. നമ്മളങ്ങനെ ഫാൾസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഡേഞ്ചർ. ക്ലോസ് വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അകുമ്പയിലാണ്. അകുമ്പയിൽ നമ്മൾ പോവാത്ത കാരണം ഒരു നാഗിവേട്ടർ എന്നാണ് ഒരു ട്രക്കിങ്ങിൻ്റെ ഗ്രൂപ്പ് ഇവിടെ നാളെ എത്തും, രാവിലെ എത്തും. അതിന് കുറച്ച് ആളുകൾ ഇന്ന് വൈകിട്ടെത്തും. അപ്പോൾ അവർ ആ ക്യാമ്പിലൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത് സെറ്റായി തന്നാണ് ഈ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പോൾ അവരെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നാളെ എത്തിയിട്ട് ആ ക്യാമ്പിൽ ജസ്റ്റ് ഒന്ന് പങ്കെടുത്തിട്ട് നാളെ അവിടെ നിന്ന് മടങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹിൽ സ്റ്റേഷനും കൂടി നമുക്ക് കാണാണ്ട്. അപ്പോൾ എവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 1:40 ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ ഞാൻ കാണിച്ചു തരാം. ഇതോട്ടെ നമ്മൾ താമസിച്ച ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഹോട്ടലിൻ്റെ എപ്പോഴാണ് ഇവിടെ മഴ പെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് മഴ പെയ്യും, അതുപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് കോട മൂടും. ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി. ഈ റൂട്ടിൽ 2 ഫാൾസ് ഉണ്ട്. ഓപ്പൺ ആണോ എന്നുള്ളത് നോക്കും. നമ്മളെ ഹോട്ടലിൻ്റെ ഓണർ മല്ലയ്യ എന്ന് പറഞ്ഞാൽ അവിടെ കാണില്ല. മുപ്പരെ കാണിരുന്നെങ്കിൽ അവരോട് ചോദിക്കായിരുന്നു. നമ്മളെ ഭാഗ്യത്തിന് ഫാൾസ് ഓപ്പൺ ആട്ടാ. ഒരാൾക്ക് ടിക്കറ്റ് 100 ഉണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് 100 അത് കുറച്ച് കൂടുതലാണ്. ഒരു ഫാൾസിനൊക്കെ ഒരാൾക്ക് ടിക്കറ്റ് 100 എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയൊക്കെ വന്നാൽ എത്ര പൈസ ടിക്കറ്റ് തന്നെ കൊടുക്കണം? കുട്ടികൾക്ക് 50 ഇട്ടാ, ഇന്ത്യക്കാർക്ക് 100, വിദേശികൾക്ക് 400 അങ്ങനെ എന്തോ അവിടെ എഴുതിയ ചാൻസ്. എനിക്ക് ശ്രദ്ധിച്ചില്ല, 400 തന്നെ തോന്നുന്നുണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്റർ പോയാൽ ജോഗിക്കുണ്ട് ഫാൾസ് കിട്ടും. ഒരു 300 മീറ്റർ നമുക്ക് നടക്കണം. പിന്നെ 5 കിലോമീറ്റർ പോയാൽ ഈ വറക്കാന, ഈ ഫാൾസിൻ്റെ ഞാൻ വറക്കാന വേറെ ഫാൾസ് എടുത്തു. ഈ ഫാൾസിൻ്റെ വ്യൂ പോയിൻ്റ് ആണത്. നമ്മളിങ്ങനെ ഫാൾസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ അരുവികളൊക്കെ ഒഴുകുന്ന നോക്കുകയാണ്. മഴക്കാടുകൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ അകുമ്പ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ മഴക്കാട് എന്ന് പറയുമ്പോൾ ഞാൻ മലപ്പുറത്തേരാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ മഴ എന്ന് പറഞ്ഞിട്ട് അതിന് പിടിച്ച് തൂങ്ങാൻ കുറേ ആൾക്കാരുണ്ട്. ഒരു ഭാഷ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാര്യം മനസ്സിലാവാനാണ്. പക്ഷെ എന്നാലും നമ്മൾ പരമാവധി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ച രീതി കടന്നു വരും. ചെറിയ ഒരു അരുവി, നല്ല രസം കിട്ടും അങ്ങനെ ഒഴുകുന്നതാണ്. നമ്മുടെ നാട്ടിലുകാർക്ക് പാടം തോന്നുന്നുള്ളത് ഒരു പറമ്പിലൂടെയാണ് ഈ അരുവി ഇങ്ങനെ ഒഴുകുന്നത്. ഒരു പൂമ്പാറ്റ അവിടെ ഇങ്ങനെ പാറി കളിച്ച് നടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത തോട് ഇങ്ങനെ ഈ കാടിൻ്റെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തോട് ഒഴുകുന്നുണ്ട്. എന്തൊരു ഭംഗിയായിട്ട് കാണാനെന്ന് പറയും. നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ വീഡിയോ എന്നിട്ട് എത്ര എടുത്താലും ഇതിൻ്റെ ഭംഗി കിട്ടൂല നമുക്ക്. റോഡിലൂടെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. ഇവിടൊക്കെ ഒഴുകുകയാണ്. എവിടുന്നാണ് ഈ വെള്ളം വരുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് അരുവികൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിടാം. ഞാൻ സംസാരിക്കണമൊന്നുമില്ല. ഇതിൻ്റെ അടിയിൽ പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഒന്നിങ്ങനെ കേട്ടോക്കാണ്. അകുമ്പ ഒരു രക്ഷയില്ലട്ടോ, സൂപ്പർ. നമ്മളിങ്ങനെ ഓരോ ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരാഴ്ചയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണം, സമയം ചിലവഴിക്കണം. ആ റൂം എടുത്തിട്ട് ഇങ്ങനെ വരിക, മഴയൊക്കെ നനഞ്ഞ് ആസ്വദിച്ച് പോകണം. ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യേണ്ട കാര്യം എനിക്ക് മഴ കൊള്ളാൻ പറ്റരുത്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഷൂവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. മഴ പെയ്തൊക്കെ കൊള്ളുക എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഒക്കെ നോക്കണം, ഇവിടെ നിന്നൊക്കെ അത് അരുവി വരുന്നത്. അവിടുന്ന് അതിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു ഇത് ഒഴുക്ക് ഇതിലേക്ക് ഈ അരുവിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഞാൻ ഇവിടെ നിർത്തിയപ്പോഴാണ് കണ്ടത്, ചെറിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, മറ്റോൻ്റെ പുലി.
എങ്ങനെയുണ്ട് നമ്മളെ അരുവിയുടെയൊക്കെ കാഴ്ചകൾ? പണ്ട് കാലത്തൊക്കെ നമ്മളെ നാടും ഇതൊക്കെ പോലെ ആയിരുന്നു, നല്ല അരുവികളും കാട്ടരുവികളൊക്കെ. അപ്പോൾ നമ്മളായിട്ട് പ്രകൃതി നശിപ്പിച്ചതുകൊണ്ട് ഇങ്ങനത്തെ അരുവികളൊക്കെ ഇല്ലാതായതാണ്. ആകെ ഉള്ളൊരു പേടി, ഞാൻ ഗംബൂട്ട് ഇട്ടിട്ടില്ല, രാജവമ്പാല റോട്ടിൽ കൂടി ക്രോസ് ചെയ്യാൻ ഞാൻ മതിയാണ്. പെട്ടെന്നായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും വണ്ടിക്ക് കയറുള്ളൂ. അതായത് യാത്രക്കാരൊന്ന് എന്താ പറയുക, ഒന്ന് വെള്ളിയാഴ്ചയാണ്, ഒന്ന് ജുമായൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് ഞാൻ. യാത്രക്കാരൊന്നുമില്ല ഇവിടെ നിന്ന്. നാളെയും മറ്റന്നാളൊക്കെ ശനി ഞായറൊക്കെ നല്ല ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരും. പക്ഷേ ഇപ്പോഴൊക്കെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് ആളുകൾ കുറവാണ്. ഈ റൂട്ടിൽ നോക്കുകയാണെങ്കിൽ സഞ്ചാരികൾ തന്നെയല്ല. നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റിയൊരു സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീക്കെൻഡ് അല്ലാത്ത ദിവസം വരികയല്ലേ, തിരക്കില്ലാതെ ഇതൊക്കെ കാടൊക്കെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഈ റൂട്ടിലൂടെ ഇങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഭയം കിട്ടാം. കാരണം ആകെ ഒരു ഇരുട്ട് കുത്തിയ ഫീല്, ഒരാളില്ല ഇവിടെ. എൻ്റെ പൊന്നെ, ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകണം, വണ്ടി പോവുണ്ട്. ഇവിടെ ഒരാളും ഇല്ല കേട്ടോ, ഒരാളും ഇവിടെ ഇല്ല. ആകെ പേടിയാവുണ്ട് അതിൻ്റെ അകത്തേക്ക് പോകാൻ. ആയിട്ട് പെയ്യുന്നുണ്ട്. ഇതാണ് ഫാൾസിനുള്ളിലേക്കുള്ള വഴിട്ടാ. ഓ, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. പാമ്പുണ്ടാവുമോ എന്നുള്ള പേടി നല്ലുണ്ട്. ഈ മരത്തിൻ്റെ പേരും പാമ്പിനൊന്നും തിരിച്ചറിയില്ല അവിടെ. മരം വീണ് വഴി അടഞ്ഞിരുന്നു. മരം വീണതാണോ വഴി അടച്ചതാണോ എന്നൊരു ഐഡിയ ഇല്ല. വണ്ടി പുറത്തിടുക നല്ലത്, ഇവിടെ ഇടുക നല്ലത്, ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇതട്ടാ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ ഇവിടെ മരം വീണ് കിടക്കുകയാണ്. നമ്മളിതാ ഫാൾസിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. ഇത് ഒറ്റയ്ക്ക് ഡേഞ്ചറാണ്, ഇത് ധൈര്യം കിട്ടുന്നില്ല പോവാൻ. വഴി നോക്കാണി. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിക്ക് ഒരു ഐഡിയ ഇട്ടുന്നില്ല. ഞാൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ നോക്കട്ടെ. ആ വഴിയിലൂടെ ഒറ്റക്ക് പോകാനൊരു ധൈര്യമില്ല. കാരണം വേറെ പ്രശ്നമൊന്നുമില്ല, ഈ പാമ്പിൻ്റെ വിഷയമാണ്. ഒരാളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ പോകാം. ഇവിടെ ആരും വരുന്ന കാണില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പോയിക്കട്ടെ. അതിൻ്റെ ശേഷം തിരിച്ചിട്ട് ഈ ജോഗിക്കുണ്ട് ഫാൾസിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ആവേശത്തിൽ ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല. കാരണം കാടാണ്, എന്താണ് സംഭവിക്കുക എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലാതെ ഒറ്റക്കാണ് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇതിൻ്റെ അത് ആദ്യം ആണ്ട് പോകും. ആരെങ്കിലുമൊക്കെ വരും നോക്കും നമ്മൾ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇത് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ ഇവിടെ ആനിമൽസ് അല്ല പ്രശ്നം, പാമ്പാണ്. ഒരു രാജാമ്പാൽ ആ വഴി നിന്നൊക്കെ മരത്തുമ്മലൊക്കെ ചുറ്റി വിടുന്ന ആളെ മുന്നിക്കായിട്ട് ചാടി കഴിഞ്ഞാൽ അത് മതി നമുക്ക് പണിയാവാൻ. എന്തായാലും മൊബൈലൊക്കെ കവറിൽ കെട്ടി മഴ ആസ്വദിക്കാനുള്ള രീതിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അതൊന്ന് രണ്ട് വണ്ടി കാണുന്നു. ജോഗിക്കുണ്ട് ഫാൾസ് ഇതിലൂടെ വഴിയുണ്ട്. ജോഗിക്കുണ്ട് ഫാൾസ് तो जोगीकुंड फॉल्स में? Yeah, we are also going there. Come, एक आदमी बहुत मुश्किल है. Come, let's take a photo. ठीक है. നമുക്ക് ആളെ കിട്ടിയിരിക്കണം കേട്ടോ. ഇവർ അവിടേക്കുള്ളവരാണ്. അവർ ജോഗിക്കുണ്ട് ഫാൾസിക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ അവരെ കൂടാണ്ട് പോവാം.
2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കമ്പനിക്ക് ആളെ കിട്ടിയോണ്ട് ഓരോ കൂടെ അങ്ങനെ പോവട്ടോ. ഇത് ഞാൻ തിരിച്ചു പോയതെന്നാ, ഈ റൂട്ടിലൊന്നും ഒറ്റക്ക് വരാൻ പറ്റൂല. എന്താ രസം ഇതിലൂടെ ഞാൻ നടക്കാനെന്ന് അറിയോ. ഈ കാടിന്റെ സൗണ്ടും മഴക്കാടുകള് ഇടയിലൂടെ. ഇവിടെ കരിങ്കല്ലിട്ട് നന്നായി, അതുകൊണ്ട് ചവിട്ടിനോടത്തൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. വാട്ടർഫാൾസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല അനുഭവമാണ്. ഡേഞ്ചർ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ പാമ്പിന്റെ ആവാസ വ്യവസ്ഥ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇതാ പാമ്പിന് ആവാസം. ഇതിലൊക്കെ അങ്ങനെ ചുറ്റിക്കെടുക്കും. നമ്മൾ പോണ സമയത്ത് ക്രോസ് ചെയ്ത് പോയാൽ മതി. കോട അടക്കല്ലേ. നാട്ടിലെവിടെ? നാട്ടിൽ മലപ്പുറം. നമ്മളെ താഴെ ഫാൾസ് ഇതാ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം ഇട്ടാ. ഓ പുളി പുളി വന്നത് മുതലായി. നല്ല വെള്ളമുണ്ട്. ഫിഷ് ബായ്. ഫിഷ് ഒരു മീന് ചാടി വന്നിക്കണ നോക്കാണി. മീന് നമ്മളങ്ങനെ ഫാൾസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഡേഞ്ചറാണ്. പാറക്കെട്ടൊക്കെ നോക്കണം. ഇത് ഫാൾസിക്ക് പോണത് മാത്രമല്ല, പാമ്പുണ്ടോ എന്നുള്ളത് നോക്കണം. അവരവിടെ കുളിക്കാൻ നിൽക്കുകയാണ്. ഞാൻ കുളിക്കേണ്ട, വെള്ളം കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്.
വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചു പോകണം ഇവിടുന്ന്. ഇവിടെ കിട്ടിയോണ്ട് കമ്പനിക്കാളായി. ഇപ്പോൾ ഇവിടെ ആകെ കോട മൂടിയിട്ടാണ്. ഇതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല. നമുക്ക് 4 ആളെ കിട്ടിയ പോയിൻ്റ് വെച്ചപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് കിട്ടാം. ഞാൻ ആ വന്ന സമയത്ത് അവിടെ ഫാൾസിൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി അവിടെ പോകാൻ. കാരണം ആകെ ഇരിക്കുന്നത് കണ്ടില്ലേ. ഒന്നാമത് ഈ പാമ്പിൻ്റെ വിഷയം വല്ലാത്ത പേടി. നമുക്ക് ഇനിയിപ്പോൾ പാമ്പ് കൊത്തിയാലും ഇവിടെ ഒരാൾ കൊത്തിയിടുന്ന അറിയാൻ ഒരാളെ വേണ്ടേ. മഴയിലിട്ടാ ഞാൻ മഴ കൊണ്ടുപോവാണ്. ഇവിടുത്തെ മഴ ഒന്ന് ആസ്വദിക്കാനാ. കോപ്പർമൊക്കെ വന്ന് വെള്ളം വന്ന് തട്ടുട്ടാ. അപ്പോൾ ആ ലെൻസുമൊക്കെ വെള്ളം ഉണ്ടാവും. തുടച്ചിട്ട് കാര്യമില്ല, എന്തായാലും വെള്ളം തട്ടും. മഴ പെയ്യുമ്പോഴാണ് ഈ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് പോയിട്ടുണ്ടായിരുന്നല്ലോ, കേരള രജിസ്ട്രേഷൻ. ഏതവരാണ്? കണ്ണൂരിൽ നിന്നാണ് ഇല്ലേ? നിങ്ങൾ എന്ന് ഉറപ്പെട്ടാ? ഇന്നലെ ഇന്നും തിരിച്ചു പോവാ? നാളെ നമ്മള് ചാനലുമായിട്ട് ബന്ധപ്പെടാം. പക്ഷെ എന്നാലും 51 ദിവസം. ഇതാ ഞാനിതാ ഈ സ്ഥലങ്ങൾ മുഴുവൻ കറങ്ങി. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതാ കേരളം തമിഴ്നാട് ഫുള്ള് കറങ്ങി. ഇപ്പോൾ കേരളം ഞങ്ങൾ കണ്ണൂർ ഇങ്ങോട്ട് കാസർഗോഡില്ല, തിരിച്ചു വരുമ്പോഴുള്ളൂ. ഓക്കെ. നിങ്ങൾ എത്ര ആളാണ് മൊത്തം? നമ്മൾ 27 ആൾ. ഒരു 27 ആളാണ് ബസ്സിലിട്ടാ. ഓക്കെ എന്നാ ശരി. ഇവിടുന്ന് 2 റോഡായിട്ട് തിരിഞ്ഞപ്പോൾ ഈ ബനാന ഫാൾസ് വ്യൂ പോയിന്റിലേക്ക് പോണ വഴി ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. അവിടെ നെറ്റ്വർക്കും ഇല്ല, ആരും കാണുന്നില്ല ചോദിക്കാൻ. അവിടെ ഒരു വീട്ടിലൊരു അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മനോട് ചോദിച്ചു. ആകെയാന്നല്ല മുന്നോട്ട് പോകാനാ പറഞ്ഞത്. നേരെ പോട്ടെ. ഏതിലൂടെയൊക്കെ തോടുകൾ ഒഴിക്കുന്ന ഒരു ഐഡിയ കിട്ടണില്ല. അല്ലാണ്ട് നോക്കണി അവിടെ കൂടി ഒക്കെ തൊഴിക്കണം കേട്ടോ. ഇവിടെ റോഡ് സൈഡിൻ്റെ 2 സൈഡിലും തോട് ഒഴിക്കുന്നുണ്ട്. രണ്ടൊന്നും അവിടെ അപ്പുറം പാടുണ്ട് നമ്മുടെ ഇടതുവശത്തിട്ടാ. റോഡ് കുറച്ച് മോശമായി. എൻ്റെ പശുക്കുട്ടിയെ അതിൻ്റെ മുന്നിൽ കയറില്ല. അമ്മ ബനാന ഫാൾസ് വ്യൂ പോയിന്റ് ரைட்டு ஆ ரோடா இங்கே இல்லை இங்கே ஏதாவது வியூ பாயிண்ட் இருக்கா? இந்த ரைட்டு தண்ணி வருന്ന വയ്യ അണ്ണാ അങ്ങ് ला बनाना फॉल्स व्यू पॉइंट ट्रक वो ऐसा वाला ഇത് വില്ലേജിൻ്റെ അവസാനമാണ്. ബനാന ഫാൾസിക്ക് 2 കിലോമീറ്റർ ട്രക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ആ കാട്ടുകൂടി ട്രക്ക് ചെയ്താൽ ശരിയാവില്ല. ഇതിലൂടെ തോന്നുന്നു ട്രക്ക് ചെയ്യാനുള്ളത്. ഒരു വഴിയുണ്ട് അവിടെ. നമ്മൾ ഒറ്റയ്ക്ക് പോയി രാജവമ്പാലുള്ള സ്ഥലത്ത് കൂടി ബനാന ഫാൾസ് കൂടി ചേമ്പർത്ത് ഇവിടുന്ന് പോവുക മതി. കണ്ട കാഴ്ച മതി. അതാണോ ഇത്? ആ ഇവാ ഇതന്നെയാവും ബനാന ഫാൾസ്. ഈ വഴി തന്നെ കേട്ടോ ബനാന ഫാൾസുക്കുള്ള വഴി.
പോണില്ല. ഇവിടെ ഈ വെള്ളം ഒഴിക്കണമെന്ന് കണ്ടുകൊണ്ട് തിരിച്ചു പോരാം. ബനാന ഫാൾസ് വേണം വയ്യാതെ. നമുക്ക് തിരിച്ചു പോകാൻ 2 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. ഇതൊക്കെ ആളുണ്ടെങ്കിൽ നടക്കില്ല. ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ആളില്ലാതെ കാടാണ്, എന്തും സംഭവിക്കാം. റിസ്ക് എടുക്കാൻ ഞാനില്ല. അരുവികളാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ഉള്ളിൽ നോക്കാൻ പല ഭാഗത്തേക്കാട്ടോ അവിടുന്ന് ഒഴുകി പോണത്. ഇതിനൊക്കെ ശരിക്ക് ഈ അകുംബനെ ശരിക്ക് ഇന്ത്യയിലെ ആമസോൺ എന്ന് വിളിക്കേണ്ടി വരും. വീണ്ടും മഴ പെയ്തു. എന്താ രസം എന്ന് പറയാം, മഴത്ത് ഇങ്ങനെ ഈ കാടിനടിയിലൂടെ കണ്ട് ഡ്രൈവ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ സൗണ്ട് ചിലപ്പം കേൾക്കില്ല. അഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയുള്ളൂ, കാരണം മൈക്കിനുള്ളിൽ വെള്ളമാവാൻ സാധ്യത ഉണ്ട്. ഞാൻ ഇപ്പോൾ ഫോറസ്റ്റിനൊക്കെ പുറത്തിറങ്ങി ആ ചെക്ക് പോസ്റ്റ് ചോദിച്ചു. അപ്പോൾ കുന്താദ്രി ഹിൽസ് 6 മണിയാവും ക്ലോസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് തുടങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് അത് പോയി നോക്കുക, അത് കൂടി കാണാൻ പറ്റിയാൽ നമുക്കൊരു കിട്ടലായി പോയി. ഇതിപ്പോൾ നമ്മളെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഈ റൂട്ടാണ്. പക്ഷേ ഇത് നമ്മൾ അന്ന് വന്ന റൂട്ടാണല്ലോ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ വന്ന റൂട്ടാവാനാണ് സാധ്യത. ഇതിപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഐഡിയ. അന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കൂടി തന്നെ പോകേണ്ടി വരുമോന്നൊന്നും അറിയില്ല. ഈ വഴി അന്ന് നമ്മൾ പോയിട്ട് തിരിച്ചു പോകുന്നില്ലേ, ആ റൂട്ട് തന്നെയാണ് സംഭവം. ഇപ്പോൾ ഒരാളെ കണ്ട് മൂപ്പര് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് റൈറ്റ് ചെയ്യുന്നു. നമ്മൾ അന്ന് പോയ വഴിയാണ്, പക്ഷെ അവിടെ മലമുകളിലൊക്കെ കാണുന്നുണ്ട്. ഒരു ഹിൽ സ്റ്റേഷൻ കാണുന്നുണ്ട് അവിടെ. വഴി ഒരു ഐഡിയ ഇല്ല. ഇവിടെയൊക്കെ ഫെൻസിങ് കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നാവും, വലിയ വന്യമൃഗങ്ങൾ ഇറങ്ങണോന്നൊന്നും അറിയില്ല. കുന്താരി ഹിൽ 4 കിലോമീറ്റർ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കുന്താരി 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 ബെട്ട പോണ റോഡാ. കുന്താരി ബെട്ട റോഡാ ഇത്. അതന്നെ റൂട്ട്. ഞാൻ അന്ന് പോയിട്ട് തിരിച്ചു പോകുന്നല്ല, ഫെൻസിങ് ഇതൊക്കെ കണ്ടിട്ട് ആന ഇറക്കുന്നൊക്കെ പറയാണ്ട് റൂട്ട്. അത് ആന പാടെ ഉണ്ടാവും എനിക്കറിയില്ല കേട്ടാ. ഞാൻ ഫെൻസിങ് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞാണ്. ട്രെക്കിങ്ങിൻ്റെ ഗ്രൂപ്പായിരുന്നു, കൊട്ടവണ്ടിയൊക്കെ ആയിരുന്നത്. തന്നെയാണ് റൂട്ട്. ഇന്നലെ ആരും ഉണ്ടായിട്ടില്ല. ഒരു വണ്ടി അവിടെ പാസ് ചെയ്ത് പോകുന്നിട്ടാ. പോയി നോക്കാം. അന്ന് നമ്മൾ അവിടെ വന്നിട്ട് ആ റൂട്ടിന് പോയി. ശരിക്കും ഈ റൂട്ടാന്ന് തോന്നുന്നു. ഇവിടെ കുന്താരി ഇതിന്ന് ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ബോർഡ് ഇവിടെ കണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആണ് ഈ സമയത്ത്. ഇന്നലെ അന്ന് നമ്മൾ വന്നപ്പോൾ അടഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ ഇത് തന്നെ ആവാനാണ് സാധ്യത. പോയി നോക്കുക. ക്ലോസ് ക്ലോസ് ये कुंदारी बेटा ഇത് അടച്ചിക്കണ്. ഞാൻ അയാൾ തുറന്നു തരുമെന്നോ. ഇനി ടിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ കയ്യിൽ പൈസ ഇല്ല, പേസ് റൂമിലാണ്. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ നെറ്റും ഉണ്ടാവില്ല അവിടെ. നമ്മളെ വേക്കിൽ 2 വണ്ടിയും കൂടി വന്നുകൊണ്ട് ഇവർ തുറന്നു തന്നിട്ടാണ്. 30 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ തുറന്നു തരും. അഡ്രസ്സും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. 2 കാറ് വന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇത് കാണാൻ പറ്റൂല. ഇന്ന് ഒറ്റക്കായി പോയാൽ പറ്റൂല ഇരിക്കണം. അപ്പോൾ 2 കാറ് വന്നത്. അപ്പോൾ അവിടെ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ആളെ ഇറങ്ങിപ്പോയി അവിടുന്ന്. പിന്നെ അവരോട് സംസാരിച്ചുകൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം എന്നാണ്.
അരമണിക്കൂറാണ്ട് എത്താൻ തന്നെ എടുക്കുമെന്നാ, റോഡ് മോശമാണ്. റോഡ് വളരെ മോശാട്ടാ. മുകൾക്ക് എത്തിയപ്പോൾ കാലാവസ്ഥ മൊത്തം മാറിയിട്ടാ. നല്ല കോടായിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. ഒന്നാമത് ഞാൻ മഴ കൊണ്ട് ചെയ്തിരിക്കുന്നു, അപ്പോൾ പെട്ടെന്ന് തണുപ്പ് കൊടുണ്ട് കഴിയുക. പെട്ടെന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതാണ് ചുരാണ് ഇത്. റോഡ് ഇങ്ങനെ നീളം പോകാതെ, അപ്പോൾ അതുകൊണ്ട് കുത്തനുള്ള കയറ്റങ്ങളാണ് വരുന്നത്. ചേട്ടൻ കുഴപ്പമില്ല, പിടിച്ച് കയറിയിരിക്കണം. എത്തിയെന്നാണ് തോന്നുന്നത്. അതിരിവട്ട മുകളിലെത്തിയിട്ടുണ്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ കയറാം. മഴ പെയ്താലും പ്രശ്നമില്ല. ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന കാറും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ കയറി വേണം പോകാൻ. നമ്മൾ കുന്താതിരി ഹിൽസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാലാവസ്ഥ രക്ഷയില്ല, കോടയാണ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ തടാകങ്ങളുണ്ട്. ഇതാണ് ടെമ്പിള്. നല്ല കോടമഞ്ഞോടൊക്കെ തടാകങ്ങളുണ്ട്. നല്ല വ്യൂ പോയിന്റ് ആണ്. പക്ഷേ ഈ കോട കയറി നമുക്ക് ശരിക്കും കാണില്ല. അത് അടിപൊളി, രക്ഷയില്ല കേട്ടോ. അകുമ്പ് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും വരണം. ഈ കുന്താഗിരി ഹിൽസ് എന്ന് പറഞ്ഞത് കുന്താതിരി ഹിൽസ്, കുന്താഗിരി അല്ല കുന്താതിരി ഹിൽസ്. നല്ല കാറ്റാണ്, നല്ല കോടയാണ് ഇതിന്റെ മുകളിൽ. ചെറിയ ചെറിയ ഒരുപാട് തടാകങ്ങളുണ്ട് ഇതിന് മുകളിൽ കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോയാൽ നല്ല തേക്കുന്നുണ്ട്. ഹെൽമെറ്റുമ്മ കോപ്പർ ഓണാക്കിയിട്ട് ഇഷ്ടമൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ അത് ചെറിയൊരു തടാകം. ഇതാണ് ടെമ്പിള്. ഇവിടെ ഒരു ലേക്ക് വേറെ ഉണ്ട്. രക്ഷയില്ല. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇരുന്നൊന്നും കാര്യമില്ല. മുകളിൽ സീറ്റൊന്നുമില്ല. തിരിച്ചിറങ്ങാണ്. അരമണിക്കൂർ കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞതാണ്. ഇവിടെ കോട കാരണം ഇവിടുത്തെ നമുക്ക് വ്യൂ ഒന്നും, താഴേക്കുള്ള വ്യൂ ഒന്നും കിട്ടണില്ല. നല്ല കോടയാണ്. നമ്മൾ തിരിച്ചു പോവാണ്. നല്ല തണുപ്പിട്ടാ. ഞാൻ ഒന്നും ഇട്ടിട്ട്, ജാക്കറ്റില്ല, റെയിൻ കോട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. മഴ കൊള്ളാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് മഴ കൊണ്ടപ്പോൾ ശരീരം നല്ല തണുപ്പ് ഓടിക്കുന്നു. ഇനി നേരെ റൂമിലെത്തി കുളിച്ച് ഫ്രഷാകുക. ഈ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് അരക്കാണ്ട്. ഇവിടെ ഇതോ ചെറിയൊരു അരുവി, ചെറുതാണ് കേട്ടോ. കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഒരു ബൈക്ക് എല്ലാം ഒരു മഴ പെയ്ത് ചോർന്ന് കണ്ണ് കാണാത്ത കോടയാണ്. ഇപ്പം നമ്മൾ അകുമ്പോ ടൗൺ എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂമിൽ ഏകദേശം കഴിഞ്ഞ് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. റൂമിലെത്തിയിട്ട് വീഡിയോ കണ്ട് അവസാനിപ്പിക്കും ഞാൻ. അപ്പോൾ
ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട്. റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ ചിലപ്പം അകുമ്പൻ്റെ കുറച്ച് കാഴ്ചകളുണ്ട്, ബാക്കി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഉടുപ്പി പോകും. നമ്മൾ നാഗിവേട്ടൻ്റെ ഗ്രൂപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.